സോ നമ്മൾ നോക്കാൻ പോകുന്നത് മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സെക്കൻഡ് ഓർഡർ ലീനിയർ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഒരു സൊല്യൂഷൻ മെത്തേഡാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ആദ്യം കേൾക്കുമ്പോൾ കുറെ അവിടെ ഇവിടെയൊക്കെ കൺഫ്യൂസിങ് ആയിരിക്കുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ആണ്. നിങ്ങൾക്ക് അത് ഇക്വേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കോൺസ്റ്റൻസ് കണ്ടുപിടിക്കുക എന്നുള്ള ജോലി മാത്രമാണ് ഇവിടെ നടക്കുന്നത്. എനിവേ, നിങ്ങൾക്ക് ആദ്യമേ കുറച്ച് കഥയൊക്കെ പഠിക്കാനുണ്ട്. കോളേജിൽ പല തരത്തിലായിരിക്കും ഈ കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഞാൻ എന്തായാലും പഠിപ്പിക്കുന്ന രീതി അനുസരിച്ച് ആക്ച്വലി ഞാനിത് പഠിപ്പിക്കുന്നില്ല. ഇതിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് വെച്ചിട്ടാണ് ഞാനിത് പഠിപ്പിക്കാൻ പോകുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു കാര്യം ഇങ്ങനെയൊക്കെ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അതായത് നിങ്ങൾ ഇവിടെ നിങ്ങളുടെ R(x) നോക്കിയിട്ട് നിങ്ങളൊരു YP അങ്ങ് ഉദ്ദേശിക്കും, എന്നിട്ട് ആ YP കണ്ടുപിടിക്കുക എന്നുള്ള പരിപാടിയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കുക, KE⁻RX ഫോമിലാണെങ്കിൽ CE⁻RX എന്നുള്ള രീതിയിൽ കൊടുക്കുക, KX⁻N ആണെങ്കിൽ ഇത് കൊടുക്കുക. ഈ പരിപാടി ഒന്നും ഞാൻ പറയത്തില്ല. നമ്മൾക്ക് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് കുറച്ച് റൂൾ ഉണ്ട്, ആ റൂള് നിങ്ങൾ നോക്കുക. അത് നിങ്ങൾ കാണാതെ പഠിക്കുകയെന്ന് വേണ്ട, നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ക്വസ്റ്റ്യൻ വരുമ്പോൾ ഞാനത് കൃത്യമായിട്ട് പറഞ്ഞു തരും. ഓക്കെ, R(x) എന്ന് പറയുന്നത് എബോവ് ഫംഗ്ഷൻസിൽ ഏതെങ്കിലും ആണെങ്കിൽ YP ആ രീതിയിൽ നിങ്ങൾ ചൂസ് ചെയ്യുക. ഏത് രീതിയാണെന്ന് നമ്മൾ ക്ലാസ് പറയുമ്പോൾ കൃത്യമായിട്ട് പറയും. ഇനി ഒരു ടേം YP നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ YPയിലുള്ള ആള് തന്നെ YGയുടെ സൊല്യൂഷൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അയാളെ വെറുതെ കയറി ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോ YG കണ്ടുപിടിച്ചു. YG is equal to C1e⁻²x plus C2e⁻3x എന്ന് കിട്ടി. ഇനി നിങ്ങൾ YP കണ്ടുപിടിക്കാൻ പോകുമ്പോൾ അതിനകത്ത് A⁻2x എന്ന് പറയുന്നൊരു ഫോം ഉണ്ടെന്ന് വിചാരിക്കുക. ഇത് എടുക്കാൻ പറ്റത്തില്ല, കാരണം ഓൾറെഡി ഇവനെ എടുത്തു കഴിഞ്ഞു. അങ്ങനെ രണ്ടാമതൊരാൾ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു x കൂടി അധികം കൊടുത്തിട്ട് വേണം നിങ്ങൾ ഇത് എഴുതാൻ. AX⁻2x എന്ന് കൊടുക്കുക. ഇതൊന്നും ഇപ്പൊ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, അവിടെ എത്തുമ്പോൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഇനി R(x) ഒന്നിലധികം ഫംഗ്ഷൻസിന്റെ സം ആണെങ്കിൽ YPയും ആ കറസ്പോണ്ടിങ് ഫംഗ്ഷൻസിന്റെ സം എന്നുള്ളത് തന്നെ എഴുതുക. ഒന്നും മനസ്സിലായില്ലെന്ന് എനിക്കറിയാം, ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പറയുമ്പോൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാവും. സിമ്പിൾ ആയിട്ട് ചെയ്യാനുള്ള രീതിയിൽ ഞാൻ പഠിപ്പിക്കും. ഓക്കെ, അപ്പൊ സോൾവ് ദി ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം y" പ്ലസ് y ഈക്വൽ ടു 0.001x². ഇതാണ് നിങ്ങളുടെ നോൺ ഹോമോജീനിയസ് ഫോം അല്ലെ. ഈക്വൽ ടു 0 വന്നില്ല, ഈക്വൽ ടു സംതിങ് വരുന്ന ആളെയാണ് നമ്മൾ R(x) എന്ന് വിളിക്കുന്നത്. സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്, നോൺ ഹോമോജീനിയസ് ആണ്. നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത് അതിന്റെ ഹോമോജീനിയസ് ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടെത്തുക. അതായത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷനിൽ ഈക്വൽ ടു 0 കൊടുക്കുക. നമ്മളുടെ സൊല്യൂഷന്റെ ഫോം y ഈക്വൽ ടു YG പ്ലസ് YP ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഈ YG കണ്ടുപിടിക്കാനാണ് ഹോമോജീനിയസ് പാർട്ട് നോക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം. d² പ്ലസ് y ഈക്വൽ ടു 0, y ഇൻറ്റു d² പ്ലസ് 1 ഈക്വൽ ടു 0, d² പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് കൊടുക്കുന്നു അല്ലെ. d² പ്ലസ് 1 ഈക്വൽ ടു 0 ആണെങ്കിൽ d² ഈസ് ഈക്വൽ ടു -1 ആണ്. d ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് -1 ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് -1 i ആണെന്ന് നമുക്കറിയാം. I അല്ലെങ്കിൽ പ്ലസ് ഓർ മൈനസ് i എന്ന് വരും. പ്ലസ് ഓർ മൈനസ് i അല്ലെ. പ്ലസ് ഓർ മൈനസ് i എന്ന് പറയുന്നത് ഏത് ഫോമാണ്? A+IB ഫോം ആണ് അല്ലെ. അപ്പൊ A+IB ഫോമിനാക്കണമെങ്കിൽ 0 പ്ലസ് ഓർ മൈനസ് i എന്ന് വിളിക്കാം. എയുടെ സ്ഥാനത്ത് കിടക്കുന്ന എന്താണ്? 0 ആണ്. B എന്ന് പറയുമ്പോൾ 1i, സോ 1 ആണ് B. സോ നമ്മുടെ സൊല്യൂഷന്റെ രീതി എന്താണ്? നിങ്ങൾ ഇതൊന്നും എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. ഈ നോട്ടിൽ കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ടാണെങ്കിൽ നമ്മൾ ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡിലാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് എഴുതിയാലും നല്ലത് തന്നെയാണ്. ഓക്കെ, മാർക്കൊന്നും കുറയത്തില്ല. YG ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? e⁻AX. ഇവിടെ A 0 ആയതുകൊണ്ട് e⁻0x ഇൻറ്റു C1 cos BX പ്ലസ് C2 sin BX. B 1 ആയതുകൊണ്ട് C1 cos 1x അതായത് x പ്ലസ് C2 sin x. e⁻0 1 അല്ലേ, അപ്പൊ അതിന് എഴുതേണ്ട കാര്യമില്ലല്ലോ. സോ C1 cos x പ്ലസ് C2 sin x ആണ് നമ്മളുടെ YG. ഇനി ഈ നോട്ട് തന്നേക്കുന്ന പോലെ നിങ്ങൾ കഥയൊന്നും എഴുതിയാലും കുഴപ്പമില്ല. നിങ്ങൾ YP എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ R(x) നോക്കുക. 0.001x². ഇതിൽ 0.001 കോൺസ്റ്റന്റ് ആണ് നിങ്ങൾക്ക് അറിയാം. അതായത് സം കോൺസ്റ്റന്റ് ഇൻറ്റു x² ഫോമിലാണ് നിങ്ങൾക്ക് കിടക്കുന്നത്. അപ്പൊ നിങ്ങൾ YP ഉണ്ടാക്കാൻ പോണ നല്ല എളുപ്പമാണ്. YP ഈസ് ഈക്വൽ ടു ഓൾറെഡി ഉള്ള ഫോം സം കോൺസ്റ്റന്റ് ഇൻറ്റു x². ഈ കോൺസ്റ്റന്റിന് നിങ്ങൾ 0.01 അല്ല, ഒരു അക്ഷരം കൊടുക്കണം, AX² പ്ലസ് ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക
2x. അപ്പൊ സം കോൺസ്റ്റന്റ് ഇൻറ്റു 2x എന്ന് കൊടുക്കുക. b ഇൻറ്റു എക്സ്, 2 വേണ്ട, b 2 എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ആ കോൺസ്റ്റന്റ് വിട്ടിട്ട് സം നമ്പർ ഇൻറ്റു എക്സ്, bx പ്ലസ് ഇതിന്റെയും ഡെറിവേറ്റീവ് എടുക്കുക. എന്താണ് 2x ന്റെ ഡെറിവേറ്റീവ്, എക്സിന്റെ ഡെറിവേറ്റീവ് ആലോചിച്ചാൽ മതി. എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്, 2x വേണ്ട. ഇനി എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ് 1 ആണ്. 1 എന്ന് പറയുമ്പോൾ ഒരു കോൺസ്റ്റന്റ് മാത്രമുള്ള ഫോം ഇങ്ങനെയാണ് എഴുതുന്നത്. അതായത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഫംഗ്ഷൻ എന്താണോ അതിന്റെ കോൺസ്റ്റന്റ് കളഞ്ഞിട്ട് എഴുതുക, ഡെറിവേറ്റീവ് എടുക്കുക, കോൺസ്റ്റന്റ് കളയുക, ഡെറിവേറ്റീവ് എടുക്കുക, കോൺസ്റ്റന്റ് ഇടുക, അല്ലെ ഡെറിവേറ്റീവ് എടുക്കുക, കോൺസ്റ്റന്റ് കളയുക. അപ്പൊ ആരും ഇല്ല. ഇനി നിങ്ങൾ കോൺസ്റ്റന്റ് ഇട്ട് കൊടുക്കുക, ax² bx, ഇവിടെ 1 ആണ്, അപ്പൊ c ഇൻറ്റു 1c. ഇതാണ് നിങ്ങളുടെ yp. ഓക്കെ അല്ലെ? അപ്പോ നിങ്ങളുടെ yp എന്താണ്? yp എന്ന് പറയുന്നത് ഇവിടെ കുറച്ച് കഥയൊക്കെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ k2 ഉം k1 ആണ് ഇട്ടേക്കുന്നത്. നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ എഴുതിയാലും മതി. yp is equal to ax² plus bx plus c. ഈ എക്കും ബിക്കും സിക്കും പകരമാണ് k2 k1 k0 കൊടുത്തേക്കുന്നത്. എന്ത് കൊടുത്താലും മതി, കുഴപ്പമില്ല അല്ലെ? ഇനി നിങ്ങൾ ചെയ്യേണ്ടത് y' കണ്ടുപിടിക്കുക. y' എന്ന് പറയുമ്പോൾ 2ax plus b എന്ന് വരും അല്ലെ? ഇത് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ b വരും, ഇതിന്റെ ഡെറിവേറ്റീവ് 0 ആണ്. y'' എടുക്കുമ്പോൾ എന്ത് വരും? 2ax ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 2a വരും. ഇത് 0 ആയി പോകും. നിങ്ങൾ ഈ yp സൊല്യൂഷൻ ആണെന്ന് അസ്യൂം ചെയ്യുക. yp സൊല്യൂഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാൻ പറ്റും. ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാൻ പറ്റും. അതായത് yp" പ്ലസ് yp ഈക്വൽ ടു 0.001 x² എന്ന് കിട്ടും അല്ലെ? അപ്പൊ അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഇനി yp" എന്ന് പറയുന്നത് 2a ആണ്. 2a എന്നാണ് ഇപ്പൊ ഞാൻ എടുത്തേക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള എടുക്കാമല്ലോ. a കാണാനാണ് എനിക്കൊരു സുഖം, k2 k1 പകരം അല്ലെ? അടുത്ത x² പകരം എനിക്ക് എന്ത് കൊടുക്കാം? y''p, അങ്ങനല്ല, yp' എഴുതി. ഇനി yp എന്ന് പറയുമ്പോൾ എന്താണ്? yp എന്ന് പറയുമ്പോൾ ax² പ്ലസ് bx പ്ലസ് c ആണ് അല്ലെ? ax² പ്ലസ് bx പ്ലസ് c. ഇത് ഈസ് ഈക്വൽ ടു 0.001 x² ആണ് അല്ലെ? ഇനി നിങ്ങൾ ചെയ്യേണ്ടത് കോഎഫിഷ്യൻസുകളെ ഇക്വേറ്റ് ചെയ്യുക. ഇത് ഒരു ഒറ്റ ഫോമിലാക്കിയിട്ടൊക്കെ ഉണ്ട്, അതിന്റെ ഒന്നും ആവശ്യമില്ല. കോഎഫിഷ്യൻസുകളെ ഇക്വേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ അടുത്ത് ചെയ്യുന്ന പരിപാടി. അതായത് ആദ്യമേ x² കോഎഫിഷ്യൻസിനെ ഇക്വേറ്റ് ചെയ്യുക. x² കൂടെ ഇവിടെ 0.01 ഉണ്ട്, ഇവിടെ a ഉണ്ട്. അപ്പൊ അതിന് എനിക്ക് എന്ത് കിട്ടി? a ഈസ് ഈക്വൽ ടു 0.001 എന്ന് കിട്ടി. k2 എഴുതിയാലും മതി, പ്രശ്നമൊന്നുമില്ല. അപ്പൊ x² കാര്യങ്ങൾ നോക്കിയപ്പോൾ x² കൂടെ ഇവിടെ a ആണുള്ളത്, ഇവിടെ x² കൂടെ 0.001 ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം ഇക്വേറ്റിംഗ് കോഎഫിഷ്യൻസ് ഓഫ് x². അങ്ങനെ എഴുതിയാലും പ്രശ്നമില്ല. അടുത്ത ഇക്വേറ്റിംഗ് കോഎഫിഷ്യന്റ് ഓഫ് x. ഇവിടെ x ന്റെ കൂടെ ഇത് x ഉണ്ടോ? ഇല്ല, 2a മാത്രമേ ഉള്ളൂ. ഇവിടെ എങ്ങും x ഇല്ല, ആകെ x ന്റെ കൂടെ കിടക്കുന്ന b മാത്രമാണ്. ഇവിടെ നോക്കിയ x ഇല്ല. x ഇല്ലെങ്കിൽ ആ b എന്താണ്? 0 ആണ് അല്ലെ? അപ്പൊ ഇവിടുത്തെ b എന്ത് കിട്ടി? 0 കിട്ടി. ഇനി കോൺസ്റ്റന്റ് നോക്കുക, 2a plus c ആണ്. ലെഫ്റ്റ് സൈഡിൽ 2a plus c, റൈറ്റ് സൈഡിൽ കോൺസ്റ്റന്റ് ആരെങ്കിലും ഉണ്ടോ? x ഇല്ലാത്ത ടേംസ് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ അതും 0 ആണ് അല്ലെ? 2a plus c ആണ് 0. a എന്തായിരുന്നു? a എന്ന് പറയുന്നത് നോക്കിയേ, 2a plus c is equal to 0. അപ്പൊ 2 into a യുടെ വാല്യൂ കൊടുത്തു 0.001 plus c equal to 0. 2 into 0.001 ചെയ്യുമ്പോൾ 0.002 കിട്ടും. അത് അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? c is equal to minus 0.002 എന്ന് വരും അല്ലെ? അപ്പൊ yp എന്ന് പറയുമ്പോൾ ax² പ്ലസ് bx പ്ലസ് c ആണ്. a എന്ന് പറയുന്നത് 0.001 x² പ്ലസ് b എന്ന് പറയുന്നത് 0x മൈനസ് 0.002 അല്ലെ? അപ്പൊ yp എന്ന് പറയുന്നത് ഇത് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ സൊല്യൂഷൻ എന്താണ്? y ഈക്വൽ ടു yg പ്ലസ് yp ആണ്. yg നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു വെച്ചു ഇവിടെ വരെ. നെക്സ്റ്റ് നമ്മൾ ഇപ്പൊ കിട്ടിയ yp കൂടി എഴുതി കൊടുക്കുമ്പോൾ നമ്മളുടെ ആൻസർ കഴിഞ്ഞു. ഇതിപ്പോ ഇവിടെ ചെയ്ത് കാണിച്ചേക്കുവാണ് ഇക്വേഷൻ. ഈ സാധനം ശരിയാണെന്ന്. ഇവിടെ തൊട്ട് നിങ്ങൾക്ക് ആവശ്യമില്ല കേട്ടോ. ഓക്കെ, ഇവിടെ തൊട്ട് നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾക്ക് എവിടെ വരെ ചെയ്താൽ മതി? y കണ്ടുപിടിച്ചാൽ മതി. പിന്നെ വരുന്നത് ഈ ക്വസ്റ്റ്യൻ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ആയതുകൊണ്ട് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമുണ്ട്. ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ആയതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരെ എഴുതിയാൽ മതിയായിരുന്നു. ഇതിപ്പോ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ആണ്. എന്താണ്? y(0) നോക്കിയേ, y'(0) തന്നിട്ടുണ്ട്. എന്താണ്? y(0) വന്നേക്കുന്നത് എത്ര ആയിരുന്നു? y(0) എന്ന് പറയുന്നത് ഓക്കെ, ഇവിടെയാണ് വരുന്നത്. y(0) എത്രയാണ്? y(0) 0യും y'(0) 1.5 ആണ്. അപ്പൊ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? y' കണ്ടുപിടിക്കുന്നു, ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു. c1 cos x, ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് c1 sin x പ്ലസ് c2 sin x, ഡെറിവേറ്റീവ് എന്താണ്? c2 cos x. ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? 2 into 0.001 into x അല്ലെ? 2a അല്ലെങ്കിൽ പോട്ടെ, ax² ഡെറിവേറ്റീവ് എന്താണ്? 2ax ആണ്. അപ്പൊ 2 into 0.001 എന്ന് പറയുമ്പോൾ 0.002 കിട്ടും, അത്രയും x. y(0) ഈക്വൽ ടു 0 എന്ന് കൊടുക്കുമ്പോൾ x-ന് 0 കൊടുത്ത് ഈ സാധനം എഴുതുക. 0 ഈസ് ഈക്വൽ ടു ഇതിലെല്ലാം 0 കൊടുക്കുക. അപ്പൊ എന്തൊക്കെ പോകും? cos x, cos 0 1 ആണ്. സോ c1 കാണും അല്ലെ? c1 into 1 c1. ഇനി ഇത് 0 ആയി പോയി, ഇത് 0 ആയി പോയി. ഇവിടെ കോൺസ്റ്റന്റ് അല്ലേ? അപ്പൊ അത് കാണും.
സോ മൈനസ് 0.002 C1 ഈക്വൽ ടു 0.002 എന്ന് കിട്ടി. y ഡാഷ് ഓഫ് 0 ഈക്വൽ ടു 1.5 ആണ്. y ഡാഷ് ഓഫ് 0 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 1.5 ഈക്വൽ ടു ഈ ടേം 0 ആയി പോകും. സൈൻ 0 0 ആണ്. ഈ ടേം ഉണ്ടാകും. cos 0 1 ആണ്. സോ C2 ഇൻറ്റു 1 C2. ഈ ടേമിൽ 0 ആയി പോകും എക്സിന് 0 കൊടുക്കുമ്പോൾ. അപ്പൊ ആര് മാത്രം കിട്ടും? 1.5 ഈക്വൽ ടു C2 ഈക്വൽ ടു 1.5. അപ്പൊ നമ്മളുടെ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ കോൺസ്റ്റന്റിന് വില കൊടുക്കുക. C1 cos x C1 കിട്ടിയ ഉത്തരം പ്ലസ് C2 sin x C2 കിട്ടിയ ഉത്തരം പ്ലസ് YP ആയിട്ട് കിട്ടിയ ഉത്തരം. ഇത്ര എഴുതുമ്പോഴാണ് നമുക്ക് ആ ഒരു സൊല്യൂഷൻ കംപ്ലീറ്റ് ആവുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ അതേപോലെ നമ്മൾ അടുത്തത് ചെയ്യാൻ പോവുകയാണ്. നോക്കിയേ, സോൾവ് ദി ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം. y ഡബിൾ ഡാഷ് പ്ലസ് 3y ഡാഷ് പ്ലസ് 2.5 ഇൻറ്റു y ഈക്വൽ ടു -10 e റൈസ് ടു -1.5x. അപ്പൊ നമുക്ക് ആദ്യമേ എന്ത് ചെയ്യാം? പർട്ടിക്കുലർ കറസ്പോണ്ടിങ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷന് സൊല്യൂഷൻ കണ്ടുപിടിക്കാം. അപ്പൊ എന്ത് വരും? y ഡബിൾ ഡാഷ് പ്ലസ് 3y ഡാഷ് പ്ലസ് 2.25 y ഈക്വൽ ടു 0 എന്ന് വരും അല്ലെ? അപ്പൊ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? d² പ്ലസ് 3d പ്ലസ് 2.25 എടുത്ത് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ ഡിയുടെ ഇക്വേഷൻ എന്താണ്? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ. ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ 3യുടെ സ്ക്വയർ 9 മൈനസ് 4ac 4 ഇൻറ്റു 1 ഇൻറ്റു 2.25. കാൽക്കുലേറ്റർ ഒക്കെ കൊണ്ട് പടപടാന്ന് ആൻസർ കണ്ടുപിടിക്കാം. 9 കിട്ടും അല്ലെ? അപ്പൊ ഈ കംപ്ലീറ്റ് സാധനം എന്തായി പോയി? 0 ആയി പോയി. സോ ആൻസർ എന്ന് പറയുന്നത് -3/2 ആണ്. അപ്പൊ എന്ത് കിട്ടി? ഒരൊറ്റ ഉത്തരമേ കിട്ടിയുള്ളൂ. ഒറ്റ ഉത്തരം കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ടുള്ളയാ അല്ലെ? ഒറ്റ ഉത്തരം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആളെ നമ്മൾ എന്തായിരുന്നു കിട്ടിയ? ഡിസ്റ്റിങ്ക്റ്റ് അല്ല, സെയിം റൂട്ട് ആണെങ്കിൽ m ആണ് കിട്ടുന്നതെങ്കിൽ C1 e റൈസ് ടു mx പ്ലസ് C2 x e റൈസ് ടു mx എന്നാണ് നമ്മൾ പഠിച്ചത്. ഓർമ്മയുണ്ടോ? അപ്പൊ C1 e റൈസ് ടു m എന്ന് പറയുമ്പോൾ -3/2. അപ്പൊ C1 e റൈസ് ടു -3/2x പ്ലസ് C2 x e റൈസ് ടു -3/2x എന്ന് കിട്ടും അല്ലെ? 3/2 1.5 ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ C1 e റൈസ് ടു -1.5x പ്ലസ് C2 x e റൈസ് ടു -1.5x എന്ന് കിട്ടും. ഇവനാണ് നമ്മളുടെ YG. ഓക്കെ, ഇനി ഞാൻ ആർ ഓഫ് എക്സ് നോക്കി. ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ ആരാണ്? ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് -10 e റൈസ് ടു -1.5x -10 e റൈസ് ടു -1.5x. അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ നോക്കിയേ, കോൺസ്റ്റന്റിന് എനിക്ക് വേണ്ട. e റൈസ് ടു -1.5x നമ്മളുടെ ആള് കിടക്കുന്നത്. അപ്പൊ a e റൈസ് ടു -1.5x. ഇനി ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ രസം നോക്കിക്കോളണേ. -1.5 ഇൻറ്റു e റൈസ് ടു -1.5x എന്നാണ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ കിട്ടുന്നത്. അവിടെയും കോൺസ്റ്റന്റിന്റെ ഈ സാധനം തന്നെ അല്ലേ? പിന്നെ എഴുതേണ്ട കാര്യമില്ല. ഒരാൾ ഒരു തവണ എടുക്കേണ്ട കാര്യമുള്ളൂ. ഇനി എത്ര തവണ ഡെറിവേറ്റീവ് എടുത്താലും e റൈസ് ടു -1.5x ഫോമിൽ തന്നെ ആയിരിക്കും കിടക്കുന്നത്. ഇതാണ് സാധാരണ ചെയ്യേണ്ട രീതി. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ രീതി ഇനി എടുക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? ഓൾറെഡി ഈ സാധനം വന്നിട്ടുണ്ട്. ഓൾറെഡി വന്നിട്ടുള്ള ആളെ എടുക്കാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ ഞാൻ ആലോചിച്ചു, എന്നാ പിന്നെ ഒരു എക്സ് കൊടുക്കാം. ax e റൈസ് ടു -1.5x എടുക്കാം. അപ്പോഴും പ്രശ്നം, എവന് ഓൾറെഡി വന്നിട്ടുണ്ട് അല്ലെ? സം കോൺസ്റ്റന്റ് ഇൻറ്റു x e റൈസ് ടു -1.5x വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? പിന്നെയും x കൊണ്ട് ഗുണിക്കും. അതായത് ax² e റൈസ് ടു -1.5x. നോട്ട് ചെയ്തേക്കുന്നത് c ആയതുകൊണ്ട് ഞാനിപ്പോ c കൊടുത്തു. ഏത് കോൺസ്റ്റന്റ് വേണമെങ്കിലും കൊടുക്കാം. അപ്പൊ എന്തുകൊണ്ടാണ് x² വന്നെന്ന് മനസ്സിലായല്ലോ? ആദ്യമേ e റൈസ് ടു 1.5x കോൺസ്റ്റന്റ് കൊടുത്തു. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഈ ഫോം തന്നെയാണ്, മാറ്റേണ്ട കാര്യമില്ല. ഇനി ഞാൻ എന്റെ YG-ലോട്ട് നോക്കിയപ്പോൾ ഓൾറെഡി ഈ സാധനം എടുത്തിട്ടുണ്ട് അല്ലെ? അപ്പൊ x കൊടുക്കാൻ നോക്കി, അതും ഉണ്ട്. അതുകൊണ്ടാണ് x² കൊടുത്തത്. സോ YP എന്ത് വരും? cx² e റൈസ് ടു -1.5x വരും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് മാത്രം എഴുതിയാലും മതി. വേണമെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതി വെക്കാം. e റൈസ് ടു -1.5ഉം x e റൈസ് ടു -1.5ഉം YG-യിലുള്ള ഒരു ഫോം ആയതുകൊണ്ടാണ് ഇത് കൊടുക്കുന്നതെന്ന് പറയാം. പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ YP എടുത്തു. നേരത്തെ അതേ പരിപാടി, YP ഡാഷ് കണ്ടുപിടിക്കുന്നു. പ്രോഡക്റ്റ് റൂൾ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് അല്ലെ? അപ്പോൾ വേണ്ട, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇതിന്റെ ഡെറിവേറ്റീവ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ e റൈസ് ടു -1.5x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. x² ഡെറിവേറ്റീവ് എന്താണ്? 2x ആണ്. വീണ്ടും നിങ്ങൾ YP ഡബിൾ ഡാഷ് കണ്ടുപിടിക്കുക. വീണ്ടും ഡെറിവേറ്റീവ് എടുക്കുക അല്ലെ? അപ്പൊ c ഇൻറ്റു ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് പ്രോഡക്റ്റ് റൂൾ വരും. 2 ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ, ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു. 2 ഇൻറ്റു e റൈസ് ടു -1.5x ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 1. അപ്പൊ അത് തന്നെ കിട്ടും അല്ലെ? പ്ലസ് നോക്കിയേ, 2 ഇൻറ്റു ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ -1.5 ഇൻറ്റു e റൈസ് ടു -1.5x പിന്നെ x അതുപോലെ. അതായത് ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ആ ഫോം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ മുകളിലത്തെ രീതി തന്നെ കിട്ടും. നിങ്ങൾക്ക് ഷോർട്ടാക്കി വരുമ്പോൾ എന്ത് കിട്ടും? ഓക്കെ, അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവേ. c ഇൻറ്റു 2 e റൈസ് ടു -1.5x -3x e റൈസ് ടു -1.5x -3x e റൈസ് ടു 1.5x ആ ഒരു രീതിയിൽ കിട്ടും. നിങ്ങളുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഇതായിരിക്കും.
നോക്കിയേ 3c ഇൻറ്റു ഇതൊക്കെയോ ഇതാണ് 2c e റൈസ് ടു മൈനസ് 1.5x ഇവിടെ ക്യാൻസൽ ആയൊക്കെ പോവും -10 e റൈസ് ടു മൈനസ് 1.5x ആയിരിക്കും y ഡബിൾ ഡാഷ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ നോട്ട് നോക്കിയിട്ട് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഞാനൊന്ന് സ്കിപ്പ് ചെയ്ത് ഡെറിവേറ്റീവ് എടുത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ ഈ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ നിങ്ങൾ നോക്കിയേ നമ്മൾക്ക് എന്താ കിട്ടിയേ 10 e റൈസ് ടു മൈനസ് 1.5x. ഇനി നിങ്ങളുടെ ഇക്വേഷൻ നോക്കുക YP സൊല്യൂഷൻ ആണെന്നാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പൊ y ഡബിൾ ഡാഷ് പ്ലസ് 3y ഡാഷ് പ്ലസ് 2.25y ഈ yക്ക് എല്ലാം YP കൊടുത്താലും ഇത് ശരിയാവുമല്ലോ, സൊല്യൂഷൻ ആണെന്നല്ലേ എടുത്തേക്കുന്നത്. അപ്പൊ ഞാൻ അതാണ് ചെയ്യാൻ പോകുന്നത്. നോക്കിയേ y ഡബിൾ ഡാഷ് എന്ന് പറയുമ്പോൾ എന്ത് വരും? ഓക്കെ, y ഡബിൾ ഡാഷ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇവിടെ ഞാൻ y ഡബിൾ ഡാഷ് ആണ് ചെയ്തേക്കുന്നത്. y ഡബിൾ ഡാഷിന്റെ ഡെറിവേറ്റീവ് ഇതാ ഇവിടെ കൊണ്ട് തീർന്നു. ഇനി നിങ്ങൾക്ക് ചെറുതാക്കാൻ പറ്റത്തില്ല. ഇനി നിങ്ങൾ ആ ഒരു സംഭവമാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്താ കിട്ടേണ്ടത്? ഈ പറയുന്ന ഇക്വേഷൻ ഇട്ട് കൊടുക്കുമ്പോൾ y ഡബിൾ ഡാഷ് പ്ലസ് 3 ഓക്കെ y ഡബിൾ ഡാഷ് പ്ലസ് 3y ഡാഷ്. അപ്പൊ അതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. y ഡബിൾ ഡാഷ് എന്ന് പറയുമ്പോൾ ഇവിടെ c എന്ന് പറയുന്ന കോൺസ്റ്റന്റിനെ പുറത്തെടുത്തിട്ടുണ്ട്. c ആരായിരുന്നു? c എന്ന് പറയുന്നത് ഈ കിടക്കുന്ന c ആണ് അല്ലെ, c നെ പുറത്തെടുത്ത് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നോക്കിയേ ഈ ഒരു ഇത്രയും ടേം ആണ് y ഡബിൾ ഡാഷ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇവിടെ മുതൽ ഇവിടെ വരെ y ഡാഷ് 3y ഡാഷ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത y ഡാഷ് ആണ് ഇവിടെ കിടക്കുന്നത്. നെക്സ്റ്റ് 2.25 ഇൻറ്റു y അല്ല, yക്ക് പകരം എന്താണ് c x സ്ക്വയർ e റൈസ് ടു മൈനസ് 1.5x ആണ് അല്ലെ. അപ്പൊ c x സ്ക്വയർ e റൈസ് ടു മൈനസ് 1.5x. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സാധനം അകത്തോട്ട് മൾട്ടിപ്ലൈ, ഇവിടെ c കോമൺ എടുത്തില്ലെങ്കിലും പ്രശ്നമില്ല കേട്ടോ. ഈ സാധനം തന്നെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താണ് എഴുതിയേക്കുന്നത്. 2c e റൈസ് ടു മൈനസ് 1.5x മൈനസ് 3 കൊണ്ട് 2 മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലെ. എങ്ങനെയാ അത് വരുന്നത്? 3 ഇൻറ്റു 2 എന്നുള്ളതിൽ എങ്ങനെയാ വരുന്നത്? കണ്ടോ ഇവിടെ -6 ഉണ്ടല്ലോ, കണ്ടോ -3x -3x അങ്ങനെയാണ് -6 എന്നൊക്കെ എഴുതിയേക്കുന്നത്. ആ രീതിയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഈ സാധനം കിട്ടുന്നത്. നിങ്ങൾ ഇതൊന്ന് സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. ഏതെങ്കിലും സ്റ്റെപ്പ് ഡൗട്ട് വരുവാണെങ്കിൽ കൃത്യമായിട്ട് ഓരോ സ്റ്റെപ്പ് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ നോട്ട് എഴുതി അയച്ചു തരാം. അപ്പൊ ഇതിന്റെ ആൻസർ, ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് -10 e റൈസ് ടു മൈനസ് 1.5x എന്ന് പറയുന്നത് R(x) ആണ് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് നോക്കിയേ ഈ രീതിയിലാണ് വരുന്നത്. അപ്പൊ ഇക്വേഷൻസിൽ ആകെ ഒരു കോഎഫിഷ്യന്റ് മാത്രമേ ഉള്ളൂ. 2c e റൈസ് ടു മൈനസ് 1.5x ഈസ് ഈക്വൽ ടു -10 e റൈസ് ടു മൈനസ് 1.5x എന്നാണ് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആകെ കോഎഫിഷ്യൻസിനെ ഇക്വേറ്റ് ചെയ്യുന്നത് e റൈസ് ടു മൈനസ് 1.5xന്റെ കോഎഫിഷ്യന്റ് മാത്രമാണ്. അപ്പൊ എന്ത് കിട്ടും? 2c ഈസ് ഈക്വൽ ടു -10 എന്ന് കിട്ടും അല്ലെ. അപ്പൊ എന്ത് കിട്ടും? 2c ഈസ് ഈക്വൽ ടു -10 എന്ന് കിട്ടുമ്പോൾ c ഈസ് ഈക്വൽ ടു -10 ഡിവൈഡഡ് ബൈ 2. അങ്ങനെ നിങ്ങൾക്ക് എത്ര കിട്ടും? -5 കിട്ടും. അപ്പൊ c കിട്ടിയെങ്കിൽ yp കിട്ടി. c എന്ന് പറയുന്നത് -5 ആണ്. yp ആരായിരുന്നു? c x സ്ക്വയർ e റൈസ് ടു മൈനസ് 1.5x ആയിരുന്നു അല്ലെ. അപ്പൊ c -5 കിട്ടുമ്പോൾ -5x സ്ക്വയർ e റൈസ് ടു മൈനസ് 1.5x എന്ന് കിട്ടും. അതാണ് നിങ്ങളുടെ ആ ഒരു ഉത്തരം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ജനറൽ സൊല്യൂഷൻ yg പ്ലസ് yp ആണ്. ജനറൽ സൊല്യൂഷൻ നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും? yg നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചു, അത് എഴുതി മൈനസ് ആ കിട്ടിയ ഉത്തരം, മൈനസ് ഈ മൈനസ് ആണ് കേട്ടോ, ആ മൈനസ് yg പ്ലസ് yp എന്നുള്ള രീതിയിൽ നിങ്ങൾ ഉത്തരം എഴുതി. ഇനി ഇത് നിങ്ങൾക്ക് എന്ത് തന്നെയായിരുന്നു? ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം തന്നെയാണ്. പരീക്ഷയ്ക്ക് എല്ലാം ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ആയിരിക്കത്തില്ല കേട്ടോ, നിങ്ങൾക്ക് അല്ലാത്ത ചോദ്യങ്ങളും വരും. അപ്പൊ y ഡാഷ് കണ്ടുപിടിക്കുക. പിന്നെന്താണ്? y ഡാഷ് കണ്ടുപിടിച്ച് ചെറുതാക്കി ഇവിടെ എഴുതിയേക്കുവാണ്. y ഡാഷിന്റെ ഉത്തരവാണിത്. എന്നിട്ട് y ഓഫ് 0 ഈക്വൽ ടു 1 കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ബാക്കി എല്ലാവരും പോയിട്ട് c1 ഈക്വൽ ടു 1 എന്ന് കിട്ടും. y ഡാഷ് ഓഫ് 0 ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ c2 ഈക്വൽ ടു 1.5 എന്ന് കിട്ടും. സോ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് y ഈക്വൽ ടു e റൈസ് ടു മൈനസ് 1.5x പ്ലസ് 1.5x e റൈസ് ടു മൈനസ് 1.5x മൈനസ് 5x സ്ക്വയർ e റൈസ് ടു മൈനസ് 1.5x ആണ് നിങ്ങളുടെ ഫൈനൽ ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻസ് എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടാണ് പഠിച്ചത്. ഇതിൽ പറയാത്ത ഒരു കാര്യം കൂടി ഉണ്ട്. നിങ്ങൾ നോക്കിയേ, നിങ്ങൾക്ക് ഇപ്പൊ R(x) എന്ന് പറയുന്നത് സം cos x ആണ് വരുന്നത് വിചാരിക്കുക, അല്ലെങ്കിൽ വേണ്ട, ചുമ്മാ cos x ആക്കണ്ട. R(x) ആയിട്ട് നിങ്ങൾക്ക് വരുന്നത് ഇപ്പൊ ഒരു 3 cos 9x ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ എങ്ങനെയായിരിക്കും yp ഫോർമാറ്റ് എഴുതുന്നത്? ആദ്യമേ നിങ്ങൾ നോക്കും 3 cos 9x സം കോൺസ്റ്റന്റ് ഇൻറ്റു cos 9x. അപ്പോഴേ ഞാൻ എഴുതും a cos 9x. ഇനി ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കും. -3 ഇൻറ്റു 9 sin 9x ആണ് വരുന്നത്. ഇവരെയൊന്നും എനിക്ക് വേണ്ട, sin 9x ഫോം പ്ലസ് b sin 9x എഴുതും അല്ലെ. ഇനി വീണ്ടും ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കും. സൈനിന്റെ ഡെറിവേറ്റീവ് എന്താണ്? cos 9x ആണ്. 9 പുറത്തു വരും.
അത് നോക്കണ്ട. അപ്പൊ വീണ്ടും സം കോൺസ്റ്റന്റ് ഇൻറ്റു cos 9x അത് ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സാധനം മാത്രമേ റിപ്പീറ്റ് ചെയ്ത് വരത്തുള്ളൂ. അതുകൊണ്ട് ഇത് മാത്രം എഴുതിയാൽ മതി. അങ്ങനെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരെ കളഞ്ഞുകൊണ്ട് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ വരാവുന്ന എല്ലാ ചാൻസുകളെയും വെച്ച് എഴുതുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു സംഭവം കിട്ടുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചുകൂടി പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. എന്തായാലും ഇതാണ് മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ ആണല്ലോ?